അപ്പോഴിതാ ഒരു ടെലിവിഷൻ ചാനലിൽ ഈ പെൺകുട്ടിയുടെ രണ്ടാമത്തെ ശബ്ദരേഖ സംപ്രേഷണം ചെയ്യപ്പെടുന്നു. ഇത് പെൺകുട്ടിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണോ എന്ന് വ്യക്തമല്ല. മറ്റതിന്റെ ബാക്കിയാ, പഴയതിന്റെ തുടർച്ചയാ. അതേ വിഷയങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഈ ശബ്ദരേഖ പുറത്തു വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അയാൾക്ക് പറയാനുള്ളത് പറയുമ്പോൾ തന്നെ മറ്റൊരു ചാനലിൽ ഒരു വാർത്ത വരുന്നു. അതിജീവിതയായ പെൺകുട്ടി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി സമർപ്പിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന്. അതേ ദിവസം അതേ സമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് പുതിയ ശബ്ദരേഖ വരുന്നു. അതിനെ തുടർന്ന് പെൺകുട്ടി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകുന്നു. ഈ വക സംഭവ വികാസങ്ങളുടെയൊക്കെ പിന്നില് കൃത്യമായ ആസൂത്രണവും അതിന്റെ നടത്തിപ്പും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമായ കാര്യമാണ്. അതിൽ CPM ഉണ്ട്, സംസ്ഥാന സർക്കാരുണ്ട്, ചില ഉദ്യോഗസ്ഥരുണ്ട്, ചില മാധ്യമ പ്രവർത്തകരുണ്ട്.